dear students, I am your commerce faculty ഷെറിനാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്, ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ പറയുന്നത്. അതായത് ബിസിനസ് എൻവയോൺമെൻറ്റ്, നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ബിസിനസ് സ്റ്റഡീസിൻ്റെ. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഏത്, നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ബിസിനസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആണല്ലേ. അപ്പോൾ എന്താണ് ബിസിനസ് എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയോ? ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ലാഭം നേടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗുഡ്സ് ആൻഡ് സർവീസ് നടത്തുന്നതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ പണം ചെലവാക്കിയിട്ട് പണം നേടുന്നൊരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. അതായത് ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടെ സാധനങ്ങളോ സേവനങ്ങളോ തുടർച്ചയായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ് എന്ന് പറയുന്ന പ്രോസസ്സ് അതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ആയിട്ടുള്ള നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരാം. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് അറിയണം അല്ലേ. എങ്കിൽ നമുക്ക് ആ കണ്ടിന്യൂഷനായിട്ട് അങ്ങനെ പോകാം. അപ്പോൾ നമുക്ക് എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ ചുറ്റി നിൽക്കുന്ന, അതിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് അതിനെ സ്വാധീനിക്കുന്ന അതിൻ്റെ സാഹചര്യങ്ങളായിക്കോട്ടെ, സംഭവങ്ങളായിക്കോട്ടെ, അല്ലേ, ആ കാര്യങ്ങളൊക്കെ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. അതായത് വ്യാപാര പരിസ്ഥിതി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതിൻ്റെ പുറത്തായിട്ടുള്ള പൊളിറ്റിക്കലോ, അതായത് നമ്മുടെ ലീഗലായിട്ട് എന്തെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ നയങ്ങളായിക്കോട്ടെ. ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു പുതിയ നയം ഗവൺമെൻറ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബിസിനസ്സിനെ ബാധിക്കും അല്ലേ. അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ അത് ബാധിക്കാൻ എന്താണ് സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനൊരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിസിനസ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ വ്യാപാര പരിസ്ഥിതി എന്ന് പറയുന്നത്. അതായത് ബിസിനസ് പ്രവർത്തനത്തെ ചുറ്റി നിൽക്കുന്ന, അതിനെ ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന സാഹചര്യങ്ങൾ, സംഭവങ്ങൾ എന്നിവയാണ് ബിസിനസ് പരിസ്ഥിതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, നമുക്ക് ഈ ബിസിനസ് എൻവയോൺമെൻറ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് എക്കണോമിക് എൻവയോൺമെൻറ്റും ഒന്ന് നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റും. എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസ്സിനെ സാമ്പത്തികമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് വ്യാപാരത്തെയും വാണിജ്യത്തെയും ബാധിക്കുന്ന എല്ലാ സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങളെയും സാമ്പത്തികമായിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും നമ്മൾ എന്താണ് എക്കണോമിക് എൻവയോൺമെൻറ്റിലാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ നമ്മൾ ഈ എക്കണോമിക് എൻവയോൺമെൻറ്റിന് നമ്മൾ വീണ്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എക്കണോമിക് കണ്ടീഷൻ, എക്കണോമിക് പോളിസീസ്, എക്കണോമിക് സിസ്റ്റം. നമ്മുടെ എക്കണോമിക് എൻവയോൺമെൻറ്റിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? എക്കണോമിക് കണ്ടീഷൻ, എക്കണോമിക് പോളിസീസ്, എക്കണോമിക് സിസ്റ്റം അല്ലേ. ഇത്രയും മൂന്നായിട്ടാണ് നമ്മൾ തരംതിരിച്ചിട്ട്. ആദ്യം നമുക്ക് എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന എല്ലാ സാമ്പത്തികമായിട്ടുള്ള, എക്കണോമിക്കലി ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്താണ് എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നറിയപ്പെടുന്നു. അതിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എക്കണോമിക് കണ്ടീഷൻ, അതിൽ ഫസ്റ്റ് വണ്ണായിട്ടുള്ള എക്കണോമിക് കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങളിലെ നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് അതിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരു രാജ്യത്തിലെ സാമ്പത്തിക അവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ രാജ്യത്ത് നമ്മളൊരു എക്കണോമിക്കലി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനെ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ബാധിക്കൂലേ. അതായത് നമ്മുടെ എക്കണോമിക്കൽ കണ്ടീഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക്കൽ കണ്ടീഷൻസ് ഡെവലപ്പ് ആകും. അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് എന്താണ് ജോലി സാധ്യത കൂടും അല്ലേ. അതായത് സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരു രാജ്യത്തിലെ സാമ്പത്തിക അവസ്ഥയെ സൂചിപ്പിക്കുന്നു. GDP വളർച്ച സാധ്യത, തൊഴിലില്ലായ്മ നിരക്ക് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്താം. ബിസിനസ് ഓർഗനൈസേഷനുകളും അവയുടെ പ്രവർത്തനങ്ങളിലും സാമ്പത്തിക ഘടകങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് നമ്മൾ പറയുന്നത്, എക്കണോമിക് പോളിസീസ് അല്ലേ. സെക്കൻഡ് ഇതാണ് പറയുന്നത് എക്കണോമിക് പോളിസീസ്.
അല്ലേ, നമ്മുടെ എക്കണോമിക് എൻവയോൺമെൻറ്റിലെ രണ്ടാമത്തെ പോയിൻ്റാണ് എക്കണോമിക് പോളിസീസ്. നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും പുതിയ നയങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത് ആര് ബാധിക്കുന്നുണ്ട്? നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ നികുതിയിലുള്ള ജി എസ് ടിയിൽ എന്തെങ്കിലും പുതിയ നിയമങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നാൽ, അതുപോലെ നോട്ട് നിരോധനം ഉണ്ടായിരുന്നല്ലോ കുറച്ച് മുന്നേ, അതൊക്കെ നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും അല്ലേ. അതായത് സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവത്തെ സ്വാധീനിക്കാനോ നിയന്ത്രിക്കുവാനോ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് സാമ്പത്തിക നയം. ഗവൺമെൻറ് കാലാകാലങ്ങളിൽ രൂപീകരിക്കുന്ന സാമ്പത്തിക നയങ്ങളെല്ലാം ബിസിനസ് പ്രവർത്തനത്തെ എന്താണ് നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? എക്കണോമിക് സിസ്റ്റം അല്ലേ, സാമ്പത്തിക വ്യവസ്ഥ. എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ലോക സമ്പദ് വ്യവസ്ഥ എന്താണ്, പ്രധാനമായിട്ട് 3 സാമ്പത്തിക രീതിയാണ് അവരതിലാണ് മുന്നോട്ട് പോകുന്നത്. 1 മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, 2 സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, 3 നമുക്ക് എന്താണ് സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നതാണ് മിക്സ്ഡ് എക്കണോമിയാണ്. സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? മിക്സ്ഡ് എക്കണോമിയിലെ, അതായത് മുതലാളിത്തവും ഉണ്ട് സോഷ്യലിസ്റ്റും ഉണ്ട്. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്നതാണ് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ നമ്മൾ പഠിച്ചു 3 എണ്ണമാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ്. അതായത് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, എക്കണോമിക് എൻവയോൺമെൻറ്റും നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റും. എക്കണോമിക് എൻവയോൺമെൻറ്റിൽ നമ്മൾ വീണ്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? എക്കണോമിക് കണ്ടീഷൻ പറഞ്ഞു, എക്കണോമിക് പോളിസീസ് പറഞ്ഞു, എക്കണോമിക് സിസ്റ്റം പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റ്. എന്താണ് നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? സാമൂഹിക വ്യവസ്ഥ, ജനസംഖ്യാപരമായിട്ടുള്ള ഘടകങ്ങൾ, രാജ്യത്തിൻ്റെ പ്രകൃതി, പരിസ്ഥിതി, ഇവയെല്ലാം എന്താണ് ഒരു ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. അതായത് സാമ്പത്തികമല്ലാത്ത കാര്യങ്ങൾ ബാധിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സാമ്പത്തികേതര പരിസ്ഥിതി അല്ലെങ്കിൽ നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റിന് നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 6ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 സോഷ്യൽ എൻവയോൺമെൻറ്റ്, 1 പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, 3 ലീഗൽ എൻവയോൺമെൻറ്റ്, 4 ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, 5 ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്, 6 എന്താണ് നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റ് അല്ലേ. അപ്പോൾ സോഷ്യൽ എൻവയോൺമെൻറ്റ് പഠിച്ചോളൂ. സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്, നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അതായത് ഈ കാര്യങ്ങളൊക്കെ എന്താണ് സാമ്പത്തികേതര പ്രവർത്തനങ്ങളാണ് അല്ലേ, നോൺ എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. എന്താണ് സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ? നമ്മുടെ പാരമ്പര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ വിശ്വാസങ്ങളായിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യം, ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഒരു ബിസിനസ്സിൻ്റെ സാമൂഹിക അന്തരീക്ഷം അല്ലേ, സോഷ്യൽ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സമൂഹം കാത്തു സൂക്ഷിക്കുന്ന സാമൂഹിക മൂല്യങ്ങൾ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? നമ്മുടെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് അല്ലേ. എന്താണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്? രാഷ്ട്രീയ പരിസ്ഥിതി എന്താണ് പറയുന്നത്? ഒരു ബിസിനസ്, ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഇന്ത്യയിൽ നമ്മളൊരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ എന്താണ് അവിടുത്തെ ചുറ്റുപാടുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറിയണം അല്ലേ. അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥ എന്താണ്, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ അറിയണം. അവിടുത്തെ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ്. ഇനിയിപ്പോൾ നോക്കട്ടെ, നമ്മൾ മറ്റൊരു രാജ്യത്താണ് ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മൾ അവിടുത്തെ പുതിയ നയങ്ങൾ എന്തൊക്കെയാണ്, നിയമങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിൻ്റാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, രാഷ്ട്രീയ പരിസ്ഥിതി. അതായത് ബിസിനസ് സമൂഹത്തോടുള്ള സർക്കാരിൻ്റെ നയങ്ങളും മനോഭാവങ്ങളും അല്ലേ, മനോഭാവം രാഷ്ട്രീയ വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു ബിസിനസ്സിനെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ അതിനോട് കുറച്ച് ബന്ധങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ആ ബിസിനസ്സിനെ നമുക്ക് ഒന്നും കൂടി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് നോക്കൂ, ലീഗൽ എൻവയോൺമെൻറ്റ്. എന്താണ് ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? നിയമപരമായിട്ടുള്ള പരിസ്ഥിതിയിലെ ബിസിനസ് ഓർഗനൈസേഷനുകളെയും അവയുടെ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിൽ കുറച്ച് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാകും. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്താകുമ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ ആക്ട് 2013 പ്രകാരമോ അല്ലെങ്കിൽ 1956 പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം.
അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ടെക്നോളജിയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെയും നമ്മൾ ഒപ്പം വളർത്തിക്കൊണ്ട് പോകണം എന്നാണ് പറയുന്നത്. ബിസിനസ് അതായത് ഒരു ചരക്കുകളുടെയും സേവനങ്ങളും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിനോ അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അതിൻ്റെ വിതരണം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സ്വീകരിച്ച സാങ്കേതിക വിദ്യകളും സമീപനങ്ങളും സാങ്കേതിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു. അതായത് ഇപ്പോൾ തീർച്ചയായിട്ടും പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അവർ കൈകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മളൊരു തുണിയൊക്കെ ഉൽപ്പാദിപ്പിക്കാനുമ്പോൾ കൈത്തൊഴിലായിരുന്നു. ഇപ്പോൾ അത് തീർച്ചയായിട്ടും മെഷീനുകളിലേക്ക് മാറിയിട്ടുണ്ട്. മെഷീനറീസാണ് മനുഷ്യനെക്കാട്ടിലും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ മെഷീനറീസ് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ടെക്നോളജി വളർന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ്സിലെ നമ്മുടെ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു, ഒരു പേപ്പറിലാണ് എഴുതി വെച്ചിരുന്നത്. ഇപ്പോൾ അതെന്താണ്, ടെക്നോളജിയിലായിട്ട് നമ്മൾ ലാപ്പിലും നമ്മുടെ ഒരു കമ്പ്യൂട്ടറിലൊക്കെ നമ്മളത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, ടെക്നോളജിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ആകണം. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് എന്താണ്, ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്, ജനസംഖ്യാ പരിസ്ഥിതി ജനസംഖ്യ വളർച്ചാ നിരക്ക്, അതുപോലെ തന്നെ സാന്ദ്രത, അത് വിതരണം എന്നിവയെ ഇത് സൂചിപ്പിക്കുന്നു. ഈ ഘട്ടങ്ങളെല്ലാം വിവിധ ചരക്കുകളെയും സേവനങ്ങളെയും ആവശ്യകതയെ നേരിട്ട് ബാധിക്കുന്നു. അതായത് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരു ബ്രാൻഡ് നെയിമൊക്കെ കൊടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് ആണെന്ന് കരുതിക്കോളൂ. ആ പ്രൊഡക്റ്റ് വാങ്ങേണ്ടത് ആരാണെന്നുള്ളത് എനിക്കറിയണം. വേണ്ടേ, ആ ബിസിനസ്സിനെ അറിയണം, എനിക്കറിയണം. തീർച്ചയായിട്ടും എന്താണ്, ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് എല്ലാവരിലേക്കും ഏത് ഏരിയയിൽ കൊണ്ടുപോയാണ്ട് ഞാൻ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം. ആളുകൾ എത്ര പേര് ഇത് വാങ്ങിക്കും, ആ ഒരു ഭൂപ്രദേശത്ത് ഞാൻ തുടങ്ങിയ ഒരു ബിസിനസ് സംരംഭം എത്ര ആൾക്കാർ വാങ്ങാൻ സാധ്യതയുണ്ട്, അവിടെ എത്ര കോടി ജനങ്ങളുണ്ട്, അത് എത്രമാത്രം ജനങ്ങളുണ്ട്, അത് എത്രമാത്രം ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വിതരണം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്. മനസ്സിലാക്കണം ജനസംഖ്യാ പരിസ്ഥിതി. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, നാച്ചുറൽ എൻവയോൺമെൻറ്റ്. തീർച്ചയായിട്ടും നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് പ്രകൃതി പരിസ്ഥിതി ഒരു ബിസിനസ്സിനെ തീർച്ചയായിട്ടും പ്രകൃതി ബാധിക്കുന്നുണ്ടോ? ഉണ്ട് നമ്മൾ ഒന്ന് നോക്കൂ, നമ്മുടെ കൊറോണ അവസ്ഥ അതിൽ നമ്മുടെ പ്രകൃതി നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളപ്പൊക്കം ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്, ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ് പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളാണ് ഇവ ഈ ഘടകങ്ങളിൽ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത, കാലാവസ്ഥ, ലൊക്കേഷൻ, പ്രകൃതി ഘടകങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ഭൂമി നമുക്ക് എത്രത്തോളം റിസോഴ്സസുകൾ നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് കിട്ടുന്നുണ്ട്, അതുപോലെ ഇവിടുത്തെ കാലാവസ്ഥ എന്താണ്, ഓരോ പ്രൊഡക്റ്റിനും ഓരോ രീതികളായിരിക്കും അപ്പോൾ അവിടുത്തെ കാലാവസ്ഥകൾക്ക് അനുസരിച്ച്, അതുപോലെ അവിടുത്തെ ലൊക്കേഷന് അനുസരിച്ച്, അവിടുത്തെ ഘടകങ്ങൾക്കനുസരിച്ച് എന്താണ് മാറുന്നുണ്ട്. അതാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ബിസിനസ് എൻവയോൺമെൻറ്റിനെ തീർച്ചയായിട്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് എക്കണോമിക് എൻവയോൺമെൻറ്റും നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റിനും എക്കണോമിക് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ്, എക്കണോമിക് കണ്ടീഷൻ, എക്കണോമിക് പോളിസീസ്, എക്കണോമിക് സിസ്റ്റം. നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്, നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാട്ടാണ് LPG. എന്താണ് LPG എന്ന് പറയുന്നത്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് LPG എന്ന് പറയുന്ന സംഭവം അത് LPG എന്ന് പറയുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ലിബറലൈസേഷൻ. എന്താണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്, ഉദാരവൽക്കരണം എന്നത് ബിസിനസ് സംരംഭങ്ങളുടെ സുഖകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ഒരു ബിസിനസ്സിനെ അനാവശ്യമായിട്ട് നിയന്ത്രിക്കുന്നതിനെതിരെയായിട്ടും വേണ്ടി വന്നതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. പുതിയ വേണ്ടാത്ത നിയമങ്ങളൊക്കെ കൊടുങ്ങാണ്ട് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് വിദേശ വ്യാപാര സ്ഥാപനങ്ങളെ ഇന്ത്യയിലേക്ക് എളുപ്പത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ്
പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താണ് പറയുന്നത്? പ്രൈവറ്റൈസേഷൻ അല്ലേ. എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ മിക്ക പ്രവർത്തനങ്ങളിലും എന്താണ് സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ പൊതുമേഖല അല്ലേ, അതായത് പബ്ലിക്കായിട്ടുള്ള മേഖലയെ നമ്മൾ കുറച്ച് സ്വകാര്യ മേഖലയെ പ്രൈവറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന കാര്യം വന്നിട്ടുള്ളത് അല്ലേ, പ്രക്രിയ വന്നിട്ടുള്ളത്. കാരണം എന്താണ്, നമ്മുടെ ജനങ്ങളുടെ തൊഴിലില്ലായ്മയൊക്കെ നികത്താൻ വേണ്ടിയിട്ട് ഈ പ്രൈവറ്റൈസേഷൻ വന്നാൽ എന്താണ് നല്ല ഉപകാരമാണ് അല്ലേ. അപ്പം മിക്ക പ്രവർത്തനങ്ങളിലും സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തി പൊതുമേഖലയുടെ പങ്ക് കുറയ്ക്കുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഗ്ലോബലൈസേഷൻ. എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്? ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂലധനത്തിൻ്റെയും ഒഴുക്ക് മറ്റു രാജ്യങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ത്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എന്ത് ഒരു ബിസിനസ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു അതിനു വേണ്ടി വന്നതാണ് എന്ത്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂലധനത്തിൻ്റെയും ആവശ്യങ്ങളുടെയും ഒഴുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് വർദ്ധിപ്പിക്കുന്നതിനാണ് എന്ത്? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അതെന്താണ്? കയറ്റുമതി, ഇറക്കുമതി എന്നിവയുടെ അളവുമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, അതുപോലെ വിദേശ നിക്ഷേപങ്ങൾ സുഖകരമാക്കാൻ വേണ്ടിയിട്ട് വിദേശ സാങ്കേതിക വിദ്യ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ നമ്മുടെ ഡെവലപ്സ് ഇൻ ഇന്ത്യൻ എക്കണോമിയിൽ നമുക്ക് അല്ലേ, ഇന്ത്യൻ എക്കണോമി വളർത്താൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കാര്യങ്ങളാണ് LPG എന്ന് പറയുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിൽ പറയുന്ന ഒരു ഭാഗമാണ് GST. എന്താണ് GST എന്ന് പറയുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലേ. അതായത് എന്തിനാണ്? നിർമ്മാതാവ് മുതൽ ഉപഭോക്താക്കൾ വരെ, അതായത് പ്രൊഡക്ഷൻ മുതൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന ആൾ മുതൽ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അതിൻ്റെ വിതരണത്തിന്മേൽ ഏർപ്പെടുത്തുന്ന ഒരു നികുതിയാണ് എന്തെന്ന് പറയുന്നത്? GST എന്ന് പറയുന്നത്. നോക്കൂ, നിർമ്മാതാവ് മുതൽ ഉപഭോക്താക്കൾ വരെയുള്ള ശൃംഖലയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണത്തിന് മേലുള്ള ഏകീകൃത നികുതിയാണ് സാധന സേവന നികുതി അഥവാ GST എന്ന് പറയുന്നത് അല്ലേ. എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുന്നത്? അത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വില കുറയ്ക്കുന്നുണ്ട്. അതുപോലെ നികുതി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നുണ്ട്. പിന്നെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നത് കൊണ്ടും പരാതികൾ അവിടെ കുറയാൻ സാധ്യതയുണ്ട്. ഇതിന് വേണ്ടിയിട്ട് വന്നതാണ് GST എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഭാഗമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിന് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഈ ഭാഗത്ത് നമ്മൾ പറയുന്നത് അല്ലേ, നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ഇതിലൂടെ ബിസിനസ്സിൻ്റെ ഉടമകൾക്കും മാനേജർക്കും, ഒരു ബിസിനസ്സിൻ്റെ ഓണർ ആയിക്കോട്ടെ, അതിൻ്റെ മാനേജർ ആയിക്കോട്ടെ, അവരുടെ ബിസിനസ് അവർക്ക് സമൂഹത്തോടും അത് വാങ്ങുന്ന കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കളോടും അതിലുള്ള എംപ്ലോയീസിനോടും ഇവരോടൊക്കെ ചെറിയ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓരോ വ്യാപാര സ്ഥാപനത്തിനും സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത്. ഓരോ വ്യാപാര സ്ഥാപനവും ഒരു സമൂഹത്തിൻ്റെ, സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത്. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് അല്ലേ, അതിനെ നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ റെസ്പോൺസിബിലിറ്റീസ് ഓരോന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ എന്നാലും നമുക്ക് ഒന്നും കൂടി വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റിയാണ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ്. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദ എംപ്ലോയീസ്, റെസ്പോൺസിബിലിറ്റി ടുവാർഡ് ദ കൺസ്യൂമേഴ്സ്, റെസ്പോൺസിബിലിറ്റി ടുവാർഡ് ദ ഗവൺമെൻറ്, റെസ്പോൺസിബിലിറ്റി ടുവാർഡ് ദ കമ്മ്യൂണിറ്റി അല്ലേ. ഇതിൽ ഓരോ റെസ്പോൺസിബിലിറ്റീസും പറയുന്നുണ്ട്. ഓരോന്നും നമുക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് നോക്കുക. റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദ ഓണേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയിൽ പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കേണ്ട സംഖ്യ നമ്മൾ കൃത്യമായിട്ട് തുകകൾ നൽകുക. അതാണ് നമ്മുടെ ഓണേഴ്സിനോട് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോട് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? റെസ്പോൺസിബിലിറ്റി ടുവാർഡ് ദ എംപ്ലോയീസ്.
അല്ലേ? എംപ്ലോയീസിനോട് എന്തൊക്കെയാണ് ഒരു കമ്പനിക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പറയുന്നത്? എന്താണ്? തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു പങ്കുണ്ടല്ലേ അതിൽ. ആ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ എംപ്ലോയീസിന് എന്താണ് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള വേജസ് നൽകുക, അതുപോലെ അവർക്ക് വേണ്ട മോട്ടിവേഷൻസ്, ട്രെയിനിങ്, ഈ കാര്യങ്ങളൊക്കെ നൽകുക, അവർക്ക് വേണ്ട ബോണസ്, ഈ കാര്യങ്ങളൊക്കെ നൽകുകയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ടു എംപ്ലോയീസ് എന്ന് പറയാം. റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദ എംപ്ലോയീസ് അല്ലേ, നമ്മുടെ എംപ്ലോയീസിനോടുള്ള ഒരു ബിസിനസ്സിൻ്റെ കടമകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ അല്ലേ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കൺസ്യൂമേഴ്സിനോട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഒരു ബിസിനസ്സിന് ഉണ്ടായിരിക്കേണ്ടത്? ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് വിൽക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള എന്താണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളത് ഒരു കൺസ്യൂമേഴ്സിനെ അറിഞ്ഞിരിക്കണം. അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് നമ്മൾ വിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല ഒരു വില നൽകുക അല്ലേ, ആ ഒരു സാധനത്തിനനുസരിച്ച്, ആ ഒരു പ്രൊഡക്റ്റിനനുസരിച്ചുള്ള വിലകൾ നമ്മൾ നിശ്ചയിക്കുക അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കൺസ്യൂമേഴ്സിന് നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് എന്താണ്? റെസ്പോൺസിബിലിറ്റി ടുവാർഡ് ദ ഗവൺമെൻറ്. എന്താണ്? ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും ചട്ടക്കൂടങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ ബിസിനസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക. നികുതി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? റെസ്പോൺസിബിലിറ്റി ടുവാർഡ് ദ കമ്മ്യൂണിറ്റി. നമുക്ക് സൊസൈറ്റിനോട് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയോട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ, ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ, അതായത് നമ്മുടെ പ്രകൃതി വിഭവങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ പ്രകൃതിയെ ചീത്തയാക്കാതെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുക. ഇതൊക്കെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയോട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ഓണേഴ്സിനോടുണ്ട്, എംപ്ലോയീസിനോടുണ്ട്, കൺസ്യൂമേഴ്സിനോടുണ്ട്, ഗവൺമെൻറ്, കമ്മ്യൂണിറ്റി അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെൻഷൻ എനി 2 കേസസ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണത്തിന് കാരണങ്ങൾ. തീർച്ചയായിട്ടും നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്, നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. ഒന്നെന്താണ്? വായു മലിനീകരണം, നെക്സ്റ്റ് ജലമലിനീകരണം, മണ്ണ് മലിനീകരണം അല്ലേ. ഒന്നെന്താണ്? വായു മലിനീകരണം, ജലമലിനീകരണം, സെക്കൻഡ് ജലമലിനീകരണം, തേർഡ് മണ്ണ് മലിനീകരണം. തീർച്ചയായിട്ടും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം അല്ലേ. അപ്പം നമ്മുടെ വായു മലിനീകരണം എന്ന് പറയുന്നത് എന്താണ്? വാഹനങ്ങളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തേക്ക് വിടുന്ന പുക, രാസവസ്തുക്കൾ, വാതകങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലയിൽ നിന്നും പുറത്തുള്ളുന്ന പുക, ഇവയൊക്കെ എന്താണ്? നമ്മുടെ വായു മലിനീകരണത്തിന് കാരണങ്ങളാണ്. നെക്സ്റ്റ് നമ്മുടെ ജലമലിനീകരണത്തിന് കാരണങ്ങൾ: തെറ്റായ രീതിയിലുള്ള അഴുക്കുചാലുകളും പദ്ധതികളും, അതുപോലെ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, വളം തുടങ്ങിയ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നതൊക്കെ എന്താണ്? ജലമലിനീകരണത്തിന് കാരണമാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ മണ്ണ് മലിനീകരണത്തിന് കാരണങ്ങൾ: കൃഷിയിൽ വളം, രാസവസ്തുക്കൾ, കീടനാശിനികൾ എന്നിവയുടെ അമിത ഉപയോഗവും, അതുപോലെ തന്നെ അത് ബന്ധപ്പെട്ടുണ്ടാകുന്ന നമ്മൾ ഈ മാലിന്യങ്ങൾ, ഒരുപാട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ എന്താണ്? മണ്ണിൽ ലയിച്ച് ചേരാത്തതാണ് അല്ലേ. അവയൊക്കെ മണ്ണിൽ നിക്ഷേപിച്ചാൽ എന്താണ്? നമ്മുടെ മണ്ണ് മലിനീകരണമാകാൻ കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. മണ്ണിൽ ലയിച്ച് ചേരാത്ത തരത്തിലുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ് പറയുന്നത്? ബിസിനസ് എത്തിക്സ്. ഇതിൽ ചെറിയൊരു പാട്ടാണ് നമ്മുടെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, നമ്മുടെ ബുക്കിലുണ്ട് കേട്ടോ. അതായത് ബിസിനസ് എത്തിക്സ് എന്നാൽ സമൂഹത്തിൻ്റെ ആശയങ്ങളോട് ചേർന്ന് കൊണ്ടുള്ള ശരിയായ ബിസിനസ് രീതികളെയാണ് അർത്ഥമാക്കുന്നത്. അതായത് നിയമങ്ങളും നയങ്ങളും നമ്മുടെ ജനങ്ങളെയും കൺസ്യൂമേഴ്സിനെയും ഓണേഴ്സിനെയും ഈ കാര്യങ്ങളൊക്കെ നമ്മളെന്ത് മനസ്സിലാക്കി ആ നയങ്ങൾക്കനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് അല്ലേ. ബിസിനസ് ചെയ്യുമ്പോൾ എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും നിർണ്ണയിക്കുന്നതിൽ ബിസിനസ് എത്തിക്സ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അതിന് കുറച്ച് എലമെൻസുകൾ പറയുന്നുണ്ട്. ബിസിനസ് എത്തിക്സ് ക്രിയേറ്റ് എ സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ബിസിനസ് ഫേം അല്ലേ. ബിസിനസ് എത്തിക് മേക്ക് എ ബിസിനസ് ഹോണസ്റ്റ് ആൻഡ് റെസ്പോൺസിബിൾ. നമ്മൾ പറഞ്ഞു ബിസിനസ് വേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിൽ എന്താണ്? ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ, അതുപോലെ
നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ബിസിനസ് എത്തിക്സ് എയിം അറ്റ് എ ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ട്രീറ്റ്മെൻറ്റ് ടു കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്. അവർക്ക് ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നൽകുക നമ്മുടെ ബിസിനസ്സിൽ നിന്ന്. ആർക്ക്? കസ്റ്റമേഴ്സിനും എംപ്ലോയീസിനും സപ്ലയേഴ്സിനും ഒക്കെ. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ബിസിനസ് എത്തിക്സ് കവേഴ്സ് ഓൾ ബിസിനസ് പ്രാക്ടീസസ് വിച്ച് ആർ ഡിസൈറബിൾ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ സൊസൈറ്റി. ഒരു പോയിന്റ് ഓഫ് വ്യൂ വരെ നമ്മൾ എന്താണ് നമ്മുടെ ബിസിനസ്സിൻ്റെ സൊസൈറ്റീന് പ്രാധാന്യം നൽകുക എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ബിസിനസ് എത്തിക്സിൻ്റെ എന്താണ് അതിൻ്റെ എലമെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്? ബിസിനസ് എത്തിക്സ് എന്നാൽ സമൂഹത്തിൻ്റെ ആശയങ്ങളോട് ചേർന്നുകൊണ്ടുള്ള ശരിയായ ബിസിനസ് രീതികളെയാണ് അർത്ഥമാക്കുന്നത് അല്ലേ. നമ്മൾ നല്ല രീതിയിൽ ഒരു ബിസിനസ് കൊണ്ടുപോയി നയങ്ങളും നമ്മുടെ സൊസൈറ്റീനെയും നമ്മുടെ കമ്മ്യൂണിറ്റീനെയും നമ്മുടെ കസ്റ്റമേഴ്സിനെയും നമ്മുടെ എംപ്ലോയീസിനെയൊക്കെ കൃത്യമായ രീതിയിൽ നമ്മൾ കൊണ്ടുപോയി ആ ബിസിനസ്സിനെ മുന്നോട്ട് പോവുകയാണെന്ന് തീർച്ചയായിട്ടും ആ ബിസിനസ്സിന് വളർച്ചയുണ്ടാകും, ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അതിനു വേണ്ടി വന്നതാണ് എന്ത്, ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളപ്പോൾ എന്തൊക്കെ ഈ ചാപ്റ്ററിൽ പഠിച്ചു കുട്ടികളെ? നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കൂ? ബിസിനസ് എൻവയോൺമെൻറ്റ്. ആദ്യം നമ്മൾ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഒരു ബിസിനസ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ എന്തായിട്ടും തീർച്ചയായിട്ടും നമ്മൾ എന്തറിയണം, ബിസിനസ് എന്താണെന്ന് അറിയും അല്ലേ. നെക്സ്റ്റ് നമ്മൾ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്, അതായത് ബിസിനസ് പ്രവർത്തനത്തെ ചുറ്റി നിൽക്കുന്ന അതിനെ ബാധിക്കുന്ന സ്വാധീനിക്കുന്ന സാഹചര്യങ്ങൾ, സംഭവങ്ങൾ എന്നിവയാണ് ബിസിനസ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ബിസിനസ് പരിസ്ഥിതി നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, എക്കണോമിക് എൻവയോൺമെൻറ്റും നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റും അല്ലേ. പിന്നെ നെക്സ്റ്റ് എന്താണ് നമ്മൾ പറയുന്നത്, LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. നെക്സ്റ്റ് നമ്മൾ GST പറഞ്ഞു. GST എന്താണ് അല്ലേ, സാധന സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലേ. അതെന്താണ്, നിർമ്മാതാവ് മുതൽ ഉപഭോക്താക്കൾ വരെയുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേലിൽ നമ്മൾ ഏകീകൃത നികുതി ഏർപ്പെടുത്തുന്നതിനെയാണ് GST എന്ന് പറയുന്നത് അല്ലേ. അതെന്താണ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് അല്ലേ. അതിന് ഓൾസോ നോൺ ആസ് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ത്, വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം അല്ലേ, പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ അല്ലേ. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്, ബിസിനസ് എത്തിക്സ്, അതായത് ഒരു ബിസിനസ്സിനെ നേരായ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാം. ഒന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ബിസിനസ്? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇൻ ഇന്ത്യ? പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഗ്ലോബലൈസേഷൻ ഇൻ ദാറ്റ് എക്കണോമിക് കണ്ടെക്സ്റ്റ് ഇൻവോൾവ്ഡ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് MCQ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ അതായത് ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് വെരി ഷോർട്ട് ആൻസർ ആയിട്ടോ അതുപോലെ ലോങ് ആൻസർ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, മെൻഷൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മൾ പറഞ്ഞു കേട്ടോ. ലിസ്റ്റ് ദ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ് അല്ലേ. പിന്നെ എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ ടേം എത്തിക്സ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ആ ചാപ്റ്ററിൽ പറയാനുള്ളത് കേട്ടോ. അതിൽ മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ താങ്ക് യു കേട്ടോ. എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ പഠിക്കുക. ഇപ്പോഴെന്നെ പഠിച്ചു തുടങ്ങിയാൽ എന്താണ്, നമുക്ക് എക്സാം നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.